അടക്കം അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസിന് മുന്നിൽ ഇതാ വാഹനം വലിയ തോതിൽ ആക്രമിക്കുന്നു പ്രവർത്തകർ എന്നതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മടങ്ങുമ്പോൾ ഇതാ വാഹനം ആക്രമിക്കുന്നു CPIM പ്രവർത്തകർ. അതിന്റെ ദൃശ്യങ്ങളാണ്. ആക്രമിച്ചവരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. ആ പിടികൂടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനം ഇപ്പോൾ പ്രവർത്തകർ അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാഹനത്തിന് നേരെ കുപ്പികളും മറ്റുമൊക്കെ എറിയുന്നത് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വലിയ സംഘർഷകരമായ സാഹചര്യത്തിലേക്കാണ് തിരുവനന്തപുരത്ത് പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ വാഹനത്തിന് നേരെ കല്ലെറിയുന്നു. വാഹനത്തിന്റെ ഗ്ലാസ് തല്ലി തകർത്തിട്ടുണ്ട്. അത്രമേൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വാഹനം വലിയ തോതിൽ നശിപ്പിച്ചിരിക്കുന്നു പ്രവർത്തകർ എന്നതാണ്. ഇതാ പ്രവർത്തകർ ഇപ്പോൾ, അതായത് CPIMന്റെ പ്രവർത്തകർ വലിയ തോതിൽ വാഹനത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വാഹനത്തിന്റെ ചില്ലുകളടക്കം ഇടിച്ചു തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. അങ്ങനെ തെരുവ് യുദ്ധത്തിന് സമാനമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വാഹനം അടിച്ചു തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, വാഹനത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വാഹനം അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങളടക്കം കാണുന്നു. അരുൺ, അവിടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വാഹനം അടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ലാത്തി വീശുന്നു. പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നേതാക്കളുടെ വിട്ട പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ വിഫലമാകുന്നു. കല്ലേറുണ്ടായി, ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടായി. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ കുപ്പിയേറുണ്ടായി. അങ്ങനെ പ്രവർത്തകർ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. ബിയർ കുപ്പിയും മറ്റും വലിച്ചെറിഞ്ഞു. കല്ലേറുണ്ടായി. വാഹനം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ വാഹനം അടിച്ചു തകർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തീർത്തും